സാധാരണഗതിയിൽ നമുക്കിങ്ങനെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ വലിയ ആവേശത്തോടെ അതൊരു അത്ഭുതമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതി സഭയിലില്ല. കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതേക്കുറിച്ച് പഠിക്കാൻ അതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷൻ വരാനുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ. അതൊരു കാത്തിരിപ്പിൻ്റെയും പഠനത്തിൻ്റെയും സമയമുണ്ട്. നമ്മുടെ വിളക്കണ്ണൂരിലെ സംഭവത്തെക്കുറിച്ചും അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ സമയമായിരുന്നു. ഏകദേശം 12 വർഷത്തോളം ആകുകയാണിപ്പോൾ. അങ്ങനെ 2023 നമ്മൾ വത്തിക്കാൻ സ്ഥാനപതി വഴി വിശ്വാസ തിരുസംഘത്തിലേക്ക് ഈ തിരുവോസ്തിയുടെ പഠനത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേഷൻ തരാറായോ എന്നൊരു നമ്മൾ പാമ്പ്ളാനി പിതാവ് എഴുതുകയുണ്ടായി. അതിൻ പ്രകാരം നമുക്ക് പിന്നീട് ചില കമ്മ്യൂണിക്കേഷൻസ് കിട്ടി. അങ്ങനെ അവർ പറഞ്ഞു ഇനിയും ചില ശാസ്ത്രീയ പഠനങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ പ്രകാരം റോമിൽ നിന്ന് നിർദ്ദേശിച്ച 2 ശാസ്ത്രീയ പഠനങ്ങൾ അത് രണ്ടിനുമുള്ള സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ലാബിൽ റോം നിർദ്ദേശിച്ച പഠനങ്ങൾക്കുള്ള അത്യാധുനിക സൗകര്യങ്ങളും ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരുവോസ്തി റോമിൽ നിന്ന് നുൻഷിയേച്ചർ വഴി തലശ്ശേരി നമ്മുടെ ബിഷപ്പ് ഹൗസിലെത്തി. അങ്ങനെ റോമിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ഈ പഠനങ്ങൾ നടത്തേണ്ടത് വളരെ രഹസ്യമായി ഒരു പൊണ്ടിഫിക്കൽ സീക്രസിയിൽ വരുന്ന കാര്യങ്ങളായിരുന്നതുകൊണ്ട് ആരും അറിയാതെ തന്നെ തിരുവോസ്തി വളരെ രഹസ്യമായി ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലാബിലെത്തിച്ചു. ലാബിൽ തന്നെ ഈ പഠനങ്ങൾ നടത്തി. അതിലെ ഈ ശാസ്ത്രീയ പഠനങ്ങളുടെ പ്രധാന ഉദ്ദേശം ഇതായിരുന്നു. ഈ തിരുവോസ്തിയിൽ ഈ ഈശോയുടെ ഛായാചിത്രം തെളിഞ്ഞെടുത്ത് മറ്റേതെങ്കിലും ഒരു പുറമേ നിന്നുള്ള പദാർത്ഥത്തിൻ്റെ സ്വാധീനമുണ്ടോ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടെസ്റ്റുകളായിരുന്നു ഈ വന്നിരിക്കുന്ന പരീക്ഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പരീക്ഷണങ്ങളെല്ലാം ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ കാര്യം മറ്റൊരു പദാർത്ഥത്തിൻ്റെ സ്വാധീനം പുറമേ നിന്ന് കാണുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഈശോയുടെ തിരുമുഖം തെളിഞ്ഞത്? അതൊരു അസാധാരണ കാര്യമായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. ഒപ്പം ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘത്തെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ വിശ്വാസ തിരുസംഘത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു. അവരും അവരുടെ നിരീക്ഷണങ്ങളെല്ലാം വെച്ച് ഈ ശാസ്ത്രീയ പഠനങ്ങളുടെ റിപ്പോർട്ടുകളും കൂടി ക്രൈസ്റ്റിൽ നിന്ന് നമുക്ക് ശാസ്ത്രജ്ഞന്മാർ തയ്യാറാക്കുന്ന റിപ്പോർട്ടെല്ലാം കൂടി നമ്മൾ വത്തിക്കാനിലേക്ക് വീണ്ടും വിശ്വാസ തിരുസംഘത്തിലേക്ക് അയക്കുന്നു. അവർ ആ പഠനങ്ങൾ വീണ്ടും വിശദമായ പഠനത്തിന് വിധേയമാക്കി റിപ്പോർട്ടുകൾ അതേക്കുറിച്ച് പഠിച്ചു. അങ്ങനെയാണ് റോമിൽ നിന്ന് നമുക്ക് 2024 മാർച്ച് മാസത്തോടു കൂടി വിശ്വാസ തിരുസംഘത്തിൽ നിന്ന് അറിയിപ്പ് വരുന്നു. ഈ വിളക്കണ്ണൂർ സംഭവിച്ച ഈ കാര്യം ഒരു അസാധാരണ സംഭവമായി പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ല. അങ്ങനെ ഒരു ഡിഗ്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ള സഭയുടെ ഒരു പ്രഖ്യാപനം അത് ഇംഗ്ലീഷിലുള്ള ഒരു ഡിഗ്രി നമുക്ക് അഭിയന്തി പിതാവിന് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് മെയ് മാസം 9-ാം തീയതി ഈ കാര്യം ദൈവജനത്തെ അറിയിക്കാൻ നമുക്ക് വത്തിക്കാനിൽ നിന്ന് അനുമതി ലഭിക്കുകയാണ്.